ചോദിച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂട്ടാനിലെ ഖേദു സ്തൂപ എന്ന് പറയുന്ന സ്തൂപങ്ങളുടെ മുൻപിലാണ്. ഇത് ബുദ്ധൻ്റെ 8 ലൈഫ് സ്പാനിനെ പറയുന്ന സ്തൂപങ്ങളാണ്. ഓരോരോ ഇതിൻ്റെ അടിയിലും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഈ ഖേദു സ്തൂപം നിൽക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ സ്ഥലം. ഇതാണ് ഖേദു സ്തൂപയിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഗേറ്റ്. ഇത് കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഈ ഭൂട്ടാനിലെ 75% ജനങ്ങളും ബുദ്ധമതക്കാരായതുകൊണ്ട് തന്നെ ഇതുമാതിരിയുള്ള ബുദ്ധൻ്റെ കുറേ സ്തൂപങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഒരേ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 8 സ്തൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫുൻഷോലിൽ നിന്നും തിമ്പുവിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഞങ്ങൾ ഈ സ്തൂപങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയത്. ഈ ഭൂട്ടാൻ യാത്രയുടെ 3 വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഭൂട്ടാൻ കാണാൻ വരുന്ന സഞ്ചാരികൾ ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന മാതിരിയുള്ള വലിയ ബിൽഡിങ്ങുകളോ അതുമാതിരി തന്നെ വലിയ ആർഭാടങ്ങളോ ഒന്നും നമുക്കിവിടെ ഈ രാജ്യത്ത് കാണാൻ പറ്റില്ല. ഇവിടെയുള്ളത് കൂടുതലും ഇവരുടെ മൊണാസ്ട്രികളും അതുമാതിരി തന്നെ ബുദ്ധൻ്റെ പ്രതിമകളും മലനിരകളൊക്കെയാണ്. ഇതേമാതിരി ഓരോ സ്തൂപത്തിൻ്റെ അടിയിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് പോവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ കവർ ചെയ്തിട്ട് അങ്ങനെ നടന്നിട്ട് ചുറ്റുപുറം നടന്നിട്ടൊന്ന് വരാം. നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റാണ്. നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചില സമയത്തൊക്കെ ഇവിടെ നിറച്ച് ഫോഗൊക്കെ വന്നിട്ട് ഫുള്ള് മൂടി കിടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് മലയുടെ മുകൾ ഭാഗമായതുകൊണ്ട് തന്നെ ഫോഗ് കണ്ടമാനം വന്നിട്ട് ഇവിടെ എല്ലാം മൂടി നമുക്ക് തീരെ വ്യൂ ക്ലിയർ ആവാറില്ല എന്നാണ് പറഞ്ഞത് ഗൈഡ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഫോഗൊന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് എല്ലാം നല്ല ക്ലാരിറ്റിയിൽ കാണാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. ശരി, പാട്ട് പഠിക്കാൻ വെച്ചു. പക്ഷെ ആർക്കും അറിയില്ല ഞാൻ പാടില്ല. ഞാൻ പാടാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പാടില്ല എന്നുള്ളത് തിരിച്ചറിയായിരിക്കും. പേര് കുഞ്ഞാപ്പ. ആദ്യത്തിലാണ് ജോലി ചെയ്തത് പത്രത്തിൽ. ആർട്ടിസ്റ്റാണ്. ഇത്രയും വരെയാണ് തൊഴിലായിട്ട് സ്വീകരിച്ചത്. ഡിസൈനിങ്ങുണ്ട്. ഇപ്പോൾ ബസ്സിൽ സംസാരിച്ചത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള കുഞ്ഞാപ്പൊക്കെയാണ്. അദ്ദേഹം യുറീക്ക, ബാലരമ, ബാലഭൂമി എന്നീ പുസ്തകങ്ങളിലൊക്കെ ചെറുകഥകളും കവിതകളൊക്കെ രചിക്കുന്ന രചയിതാവ് കൂടിയാണ്. അത് കൂടാതെ തന്നെ അദ്ദേഹം സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറുമാണ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. ജയസൂര്യ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വെള്ളം സിനിമയുടെ, അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ മേരി ആവാസുനോ എന്നീ സിനിമകളുടെയൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരുന്നു. ഞാനൊരു മിന്നായം വരിക്കച്ചക്കയുടെ ചൊള്ളക്കണ്ണക്കിൽ തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി വടകരയിൽ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയ ആ സ്ഥലത്തെ ഹോട്ടലിൻ്റെ പേര് ഡാം വ്യൂ റെസ്റ്റോറൻറ്റ് എന്നാണ്. ആ ഡാം വ്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ കാരണം അവിടെ ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഡാം കാണാൻ പറ്റും. അത് വളരെ അകലെയാണ് ഡാം. അപ്പോൾ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് ഇവരുടെ ഭക്ഷണത്തിൽ എല്ലാ നേരവും ചിക്കൻ കറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല. ചിക്കൻ കറി അതുമാതിരി തന്നെ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവരൊപ്പം ഭക്ഷണത്തിലുണ്ടായിരിക്കും. നമ്മളിവരുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് രാജാവിൻ്റെയും ഫാമിലിയുടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ ഹോട്ടലിലും വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള ഫോട്ടോകളിൽ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ
രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അവരുടെയൊക്കെ ഫോട്ടോകൾ ഈ ഇതിൽ കാണാൻ കഴിഞ്ഞു. അവർ മുൻപ് ഇവിടെ ഈ ഭൂട്ടാൻ സന്ദർശിച്ച സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോകളാണെന്ന് തോന്നുന്നു. ഇന്ത്യയും ഭൂട്ടാനും ഇപ്പോഴും വളരെ സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സഹായങ്ങളും ഭൂട്ടാന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പല വസ്തുക്കളും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഭൂട്ടാൻ വിൽപ്പന നടത്തുന്നത്. ഭൂട്ടാനിലെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇവരുടെ ടൂറിസവും അതുപോലെ തന്നെ ഇവിടുത്തെ വൈദ്യുതോൽപാദനമൊക്കെയാണ്. ഭൂട്ടാൻ സന്ദർശിക്കാൻ വരുന്ന നമ്മളെപ്പോലെയുള്ള യാത്രികരുടെ കയ്യിൽ നിന്ന് 1200 രൂപയാണ് ഒരു ദിവസം അവർ ടാക്സ് ആയിട്ട് ഈടാക്കുന്നത്. അതുകൂടാതെ ഇവരുടെ പല മൊണാസ്ട്രികൾ സന്ദർശിക്കാനും നല്ല പൈസ അവർ ഈടാക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലിൽ നിന്ന് കാണുന്ന ഡാമിൻ്റെ കാഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡാം വ്യൂ റെസ്റ്റോറൻ്റ് എന്ന് ഈ ഹോട്ടലിന് പേര് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റിലുള്ളൊരു മലയുടെ സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ താഴേക്ക് കാണുന്ന വ്യൂ ഒക്കെ ഇവിടെ നിന്ന് നല്ല നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭൂട്ടാനിലെ കാഴ്ച എന്ന് പറയുന്നത് ഇതുമാതിരിയുള്ള കാഴ്ചകൾ തന്നെയാണ് കൂടുതലും നമുക്ക് കാണാനുള്ളത്. ഇതുമാതിരിയുള്ള മലനിരകളും അതുപോലെ തന്നെ ഈ കൊക്കകളും വ്യൂ പോയിൻറ്റുകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ ഇവരുടെ മൊണാസ്ട്രികളും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലും ഈ ഭൂട്ടാനിൽ കാണാൻ പറ്റുന്നത്. നല്ല പ്രകൃതി ഭംഗിയാണ് കൂടുതലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന പ്രകൃതി സ്നേഹികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഭൂട്ടാൻ. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ബസ്സിലേക്ക് കയറി യാത്ര തുടരുകയാണ്. വണ്ടി പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ ഇവിടുത്തെ പെട്രോളിൻ്റെ വില കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടാണ്. 66 രൂപ 65 പൈസയാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ വില. നമ്മുടെ നാട്ടിൽ 106 രൂപ 25 പൈസയും 30 പൈസയൊക്കെയാണ് റേറ്റാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് പെട്രോൾ വരുന്നത്. അത് കണ്ടപ്പോഴാണ് നമുക്ക് അതിശയമായിട്ട് തോന്നുന്നത്. ഇവർ പെട്രോളിൻ്റെ വില കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ടാക്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിന് ഇവിടെ പെട്രോൾ കൊടുക്കുന്നത്. ഇത് പോകുന്ന വഴിയിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഒരുപാട് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ വെള്ളച്ചാട്ടം വരുമ്പോഴും നമ്മുടെ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതുമാതിരിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ വീണ്ടും വണ്ടിയിലേക്ക് കയറി. ഭൂട്ടാനിലെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സുഗമമായിട്ട് പോകാൻ പറ്റി. പല സ്ഥലങ്ങളിലും മലകൾ ഇടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ യാത്രകളിലൊന്നും നമുക്കിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് വലിയ ഭാഗ്യമായിട്ട് തോന്നുകയാണ്. ഈ ഫുൻഷോലിങ്ങിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഇവരുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിംഫു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 5 മണിക്കൂറിലും മേലെ റണ്ണിങ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളും അതുമാതിരി തന്നെ ഹോട്ടലുകളിലൊക്കെ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ വലിയ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിലൊക്കെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കിലോമീറ്റർ അങ്ങോട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകതയായിട്ട് തോന്നി റോഡുകളിലൊന്നും അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകതയായി തോന്നി ഡ്രൈവർമാരൊന്നും ഇവിടെ ഹോൺ അടിക്കുന്നത് കണ്ടില്ല. ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ ഭൂട്ടാൻ. ഹിമാലയ മലനിരകൾക്ക് ഇടയിലാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാനിൽ അതുപോലെ തന്നെ ജനസംഖ്യയും വളരെ കുറവാണ്. 7.5 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. 1999 ഭൂട്ടാനിൽ ടെലിവിഷൻ സംപ്രേഷണവും അതുപോലെ തന്നെ ഇൻ്റർനെറ്റൊക്കെ വന്നത്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാന്മാരായ ജനങ്ങൾ ഭൂട്ടാനിലെ ജനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധമത ഗുരുവായിരുന്ന ശ്രീ പത്മസംഭവനാണ് ഇവിടെ ഭൂട്ടാനിൽ ബുദ്ധമതം കൊണ്ടുവന്നതെന്നാണ് വിശ്വാസം. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ പല സ്ഥലങ്ങളിലും വണ്ടി നിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ഷീണമില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതും വളരെ ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു. ചുറ്റുപാടും വലിയ വലിയ മലനിരകളും അതുപോലെ തന്നെ താഴ്വാരത്ത് ഒരു ചെറിയൊരു നദിയൊക്കെ ഒഴുകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഭൂട്ടാൻ്റെ കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ ഭൂട്ടാൻ്റെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.